ആദ്യം ശ്രീ ബെന്നി, എന്നെ കേൾക്കാമോ? ശ്രീ ബെന്നി, കേൾക്കാമോ എന്നെ? കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സമരം ഏതാണ്ട് 3-ാം വർഷത്തിലേക്ക് എത്താൻ പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയത്. കാരണം 2022 ജനുവരി 13-ാം തീയതിയാണ് ഇപ്രകാരത്തിലുള്ള കരമടക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ ഭൂമിയല്ല, വഖഫ് ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസർ പറയണം. അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായിട്ട് തഹസിൽദാർ മുതൽ മേലോട്ട് പോകേണ്ടതായി വരുന്നുവെന്ന്. പക്ഷെ 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഭൂമി 1989 ജനിച്ചു വീണ മണ്ണ് പണം കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നത്. അങ്ങനെ വാങ്ങിച്ച ഈ ഭൂമിയിലാണ് 2019 വഖഫ് ബോർഡ് ഇത് എഴുതിയെടുക്കുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് ഇത് അറിയില്ല. 2022 ജനുവരി 13-ാം തീയതി ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട്, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് പെർമനന്റ് ഡെഡിക്കേഷൻ ഫറൂഖ് കോളേജിന് കൊടുത്തിട്ടില്ല. ഫറൂഖ് കോളേജ് ഇല്ലാതെ വന്നാൽ ഈ ഭൂമി തിരിച്ച് സിദ്ദിഖ് സേട്ടുവിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകൾക്കോ തിരിച്ചേൽപ്പിക്കണം എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ സുപ്രീം കോടതിയിലെ പല ജഡ്ജ്മെന്റ്, ആസാമിലെയും അതേപോലെ തന്നെ പല സ്ഥലത്തെയും ജഡ്ജ്മെന്റുകൾ ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയിൽ ജഡ്ജ്മെന്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരിക്കലും വഖഫ് ഭൂമി ആയിരിക്കുമല്ലോ. ഇതിന്റെ സ്വഭാവത്തിൽ തന്നെ ഒരു നീണ്ട ജഡ്ജ്മെന്റ് ആണ് അദ്ദേഹത്തിൻ്റെത്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് വളരെ സന്തോഷമാണ്. ഞങ്ങള് 2024 ഒക്ടോബർ 13-ാം തീയതിയാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത്. കാരണം ഗവൺമെന്റുമായി ചേർന്ന് നടക്കുന്ന ഓരോ സമരങ്ങളിലും പോയ സെക്രട്ടേറിയറ്റിൽ പോകുന്നു, മന്ത്രിമാരെ കാണുന്നു, ഞങ്ങളുടെ MLA കെ എൻ ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം നടന്ന് ഒരു കാലം കഴിഞ്ഞപ്പോൾ ഇത് വഖഫ് ഭൂമി ആണ് എന്നൊരു ധാരണയിലേക്ക് തന്നെ പോകുന്ന അവസരത്തിലാണ് JPC ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് അവിടെ നിയമം, വഖഫ് ഭേദഗതി നിയമം അമെന്റ്മെന്റ് ബില്ല് വരുന്നത്. അതിനുശേഷം ഞങ്ങൾ JPCയിൽ പോകുന്നു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ നിരാഹാര സമരമല്ല, ഞങ്ങളുടെ ഈ സമരത്തിന് വേറൊരു ചാനൽ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്. അത് ലോകം മുഴുവനും ആ സമരം ഏറ്റെടുത്തു. അങ്ങനെ 47-ാമത്തെ ദിവസമാണ് ഇത് ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നത്. അപ്പോഴും 2008 തുടങ്ങിയ വഖഫ് സംരക്ഷണ വേദിക്കാരെന്ന് പറയുന്ന വ്യക്തികള് കോടതി മുഖാന്തരം ഇങ്ങനെ കയറിയിറങ്ങി നടക്കുകയായിരുന്നു. 2022 സർക്കാർ കരമടക്കാൻ തന്നപ്പോൾ അതിനെയും ഇവരെന്ത് ചെയ്തു, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചു തന്നു. അതിനുശേഷവും അതിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും ട്രൈബ്യൂണലിൽ OA ഫയൽ ചെയ്യുന്നു ഫറൂഖ് കോളേജ്. അതിൽ ഞങ്ങൾ കക്ഷി ചേരുന്നു. അങ്ങനെ ഒരു നീണ്ട ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ബെഞ്ച് വളരെ ശരിയായ നീതി നിർവഹണം, അതായത് ഞങ്ങളെല്ലാം ഒരു പുനർജീവനം എന്ന് വേണമെങ്കിൽ പറയാം. 4 വർഷം ഞങ്ങളുടെ 40 വർഷത്തിന്റെ കീഴ്പോട്ടാണ് ഞങ്ങളെ ആക്കിയത്. എന്നിരുന്നാലും ശരി, ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. ഇനി ഇത് ട്രൈബ്യൂണലിൽ ഇതിന്റെ വിധിപ്പകർപ്പ് കൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഞങ്ങൾ അടുത്ത ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടും വരും. ഹൈക്കോടതി ശ്രീ ബെന്നി, ഈ കമ്മീഷൻ നിലനിൽക്കുമോ ഇല്ലയോ എന്നതായിരുന്നുവല്ലോ ഇവിടുത്തെ പ്രശ്നവും ചോദ്യവും. സർക്കാർ അപ്പീൽ നൽകിയതും കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ഇത്തരമൊരു ഉത്തരവുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണോ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആ ഉത്തരവിൽ ഈ ഭൂമി സംബന്ധിച്ചൊരു വിധി പോലെ വരും എന്നത് നിങ്ങൾ കരുതിയിരുന്നതാണോ? ഇതില് ഞങ്ങൾ അന്ന് ആ ഒരു രീതിയിൽ ഞങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ബെച്ചു കുര്യന്റെ ബെഞ്ച് ഒരു പരാമർശനം നടത്തിയിരുന്നു. ഇത് വഖഫ് ഭൂമിയാണെന്നുള്ള ഒരു പരാമർശനം 1971 വിധിയിലുണ്ടെന്നുള്ളത്. പക്ഷേ അതിന് ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്ന് പറഞ്ഞത്, നിങ്ങൾ തോക്കെടുക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റൺ ഗണ്ണെടുക്കും. ഇത് 1971 വിധി ജഡ്ജ്മെന്റ് ഒരു ഇഞ്ചക്ഷൻ സ്യൂട്ടാണ്. അതുകൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് ഒരു കോടതിയും വിധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിധി പുറപ്പെടുവിച്ചത് ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരുന്നു. പക്ഷെ ഇപ്പോ വീണ്ടും തിരുത്തി അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട്, അത് ഞാനിന്ന് ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുകയായിരുന്നു, അതിൽ എത്രയോ വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ഞങ്ങൾക്ക് വഖഫ് ബോർഡിനെതിരെ കേസ് വേണമെങ്കിൽ ഫയൽ ചെയ്യണം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ചോദിച്ചിട്ട്. കാരണം അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വെച്ചിട്ടാണ് ജഡ്ജ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിയമ നടപടികൾക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചിപ്പ് എടുക്കുക. അതിനുശേഷം കോർ കമ്മിറ്റി ഉണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഈ 69 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്ലെയിം ഉണ്ടാകുന്നത്. മാത്രവുമല്ല, മാനദണ്ഡങ്ങൾ ശരിയായ വിധത്തിലായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ വഖഫ് ബോർഡിനെതിരെ ഒരു നിയമ നടപടിക്ക് നിങ്ങൾ തയ്യാറാകും. ആലോചിച്ചിട്ടാണ് അത് ഞങ്ങൾ ആലോചിക്കും. കാരണം എന്തായാലും ശരി, ഈ നാസർ മനയിലും അബ്ദുൽ സലാമും ഞങ്ങളുടെ ഭൂമി പിടിച്ചടക്കാനും നോക്കിയ ആ കുതന്ത്രങ്ങൾ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് കണ്ടിട്ടും ഇന്നലെയും ജോർജ് പൂന്തോട്ടം സാർ 11:45 മണി മുതൽ 2:30 മണി വരെ ട്രൈബ്യൂണലിൽ വാദം നടത്തുകയായിരുന്നു. ഇത് ഒരു കാരണവശാലും വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ നിയമപരമായി ഒരു വഖഫ് പ്രോപ്പർട്ടി ആണെങ്കിലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സെക്ഷൻ 4 സർവേ നടത്തണം, അതേപോലെ തന്നെ ഹിയറിംഗിന് വിളിപ്പിക്കണം, ഗസറ്റിൽ പരസ്യം ചെയ്യണം, ഇതൊന്നും നോട്ടീസ് തരണം. ഇതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി വഖഫ് രജിസ്റ്ററിലേക്ക് എഴുതിയെടുക്കുക. ഒരു ബാങ്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് വായ്പ തിരിച്ചടച്ചില്ല എങ്കിൽ അവർ നോട്ടീസ് തരും. അതിനുശേഷം അവർ സർവേ നടത്തും, ചങ്ങല കൊണ്ടുവന്ന് എല്ലായിടത്തും പിടിക്കും. അതേപോലെ അവർ ഗസറ്റിൽ പത്രത്തിൽ പരസ്യം ചെയ്യും, ഹിയറിംഗിന് വിളിപ്പിക്കും. ഇതൊന്നും ചെയ്യാതെ 610 കുടുംബങ്ങളുടെ 4 വർഷമായിട്ട് തീറ്റിക്കുകയായിരുന്നു. വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ നീതിബോധമുള്ള ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ആണ്. അതെ, കേരളത്തിലെ സാമൂഹ്യ ബോധമുള്ളവരും മതേതരത്വം ആഗ്രഹിക്കുന്നവരും എല്ലാ ജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഇന്ത്യയിലെയും ഉണ്ടായിരുന്നു. തീർച്ചയായും സമരസമിതിയെ സംബന്ധിച്ച് ആ നിലയിൽ വലിയ ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ്. ഉടൻ ഒരു പരിഹാരം എന്ന പ്രതീക്ഷ പോലും അവർക്ക് നൽകുന്നതാണ്. എന്താണ് മന്ത്രിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കാം. വി അബ്ദുറഹ്മാന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കേട്ടിട്ട് ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചെത്താം. ആ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോടതിയിൽ വന്നത്. അതിന് സർക്കാരിന് അധികാരമുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ആ കമ്മീഷന് തുടരാമെന്നും അതിന് അധികാരമുണ്ട്, സർക്കാരിന് അധികാരമുണ്ട് എന്നുള്ളതാണ് വിധി വന്നിട്ടുള്ളത്. പിന്നീട് ആ കോടതി വിധിയിൽ ഒരു പരാമർശമുണ്ട് എന്നതാണ് പ്രശ്നം. ഒരു ഖണ്ഡികയിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൽ നമ്മളിപ്പോൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. അത് കോടതി കഴിഞ്ഞ തവണ ഡിവിഷൻ ബെഞ്ച് തന്നെ അത് വഖഫ് ട്രൈബ്യൂണൽ അതിന് പറയണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജഡ്ജി ഇപ്പോൾ അതേക്കുറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്തിയുള്ളത്. അത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമല്ല. പക്ഷേ മുനമ്പം വിഷയത്തിൽ ഒരു കാര്യം സ്പഷ്ടമാണ്. കേരളത്തിലെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവിടെ അവരുടെ ഭൂമിയിൽ അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ്. ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഗവൺമെൻറ് പറയുന്ന അതാണ്. ഇപ്പോഴും ഗവൺമെൻറ് സ്റ്റാൻഡ് അത് തന്നെ, ഒരു വ്യത്യാസം ആ സ്റ്റാൻഡിൽ വന്നിട്ടില്ല. ഇതാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയാനുള്ളത്. ശ്രീ ബെന്നി, താങ്കൾ ആ വാക്കുകൾ കേട്ടല്ലോ. നിങ്ങളുടെ അത്ര ആത്മവിശ്വാസം ഇപ്പോഴും ആ വിധിയുടെ കാര്യത്തിൽ മന്ത്രിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. കമ്മീഷന് പ്രവർത്തനം തുടരാം എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ താൻ അഭിപ്രായം പറയേണ്ടതല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. ആ പ്രതികരണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? അതിൽ ഞങ്ങൾ തൃപ്തരല്ല. കാരണം വഖഫ് ബോർഡ് ഒരു വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ട ഭൂമി ആയിരുന്നില്ല. നിയമ വകുപ്പ് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിരുന്നില്ല. അല്ലെങ്കിൽ വഖഫ് ബോർഡ് ഞങ്ങൾക്ക് നോട്ടീസ് തരുമ്പോൾ ഞങ്ങൾ ഹിയറിങ്ങിന് പോയാനെ. അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി ഞങ്ങൾ കേൾക്കാതെ എത്രയോ വർഷങ്ങളായി ഞങ്ങളിവിടെ താമസിക്കുന്നവരാണ്, നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഇന്നലെയും കോടതിയിൽ പറഞ്ഞു 1948 ഇവിടെ താമസക്കാരുണ്ട് എന്ന്, കുടിയാന്മാരുണ്ടെന്ന് ഇന്നലെയും വാദം നടത്തിയതാണ്. അങ്ങനെയുള്ള ഒരു പെർമനന്റ് ഡെഡിക്കേഷൻ, അതിന്റെ സ്വഭാവം ജഡ്ജി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വഖഫ് പ്രോപ്പർട്ടിയുടെ സ്വഭാവം അത് ജീവകാരുണ്യപരവും മതപരവും
വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെ ഉന്നിപ്പോനം. അത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ്. ഒരിക്കലും അത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് ആസാമിലെ ഞാൻ പറഞ്ഞില്ല, 3-4 ജഡ്ജ്മെന്റുകൾ സുപ്രീം കോടതിയിലുള്ള 2013 95 ഉള്ള വാദങ്ങൾ നിരത്തിയിട്ടാണ് ജഡ്ജി വിധി പുറപ്പെടുവിച്ചത്. ഇത് വഖഫ് പ്രോപ്പർട്ടിയേ അല്ല. ആ പാവപ്പെട്ട ജനങ്ങൾ എന്തിനാണ് ഉപദ്രവിക്കണമെന്നല്ലേ ചോദിച്ചത്. അത് പാടില്ലല്ലോ. അത് നിങ്ങൾ അതിന് വീണ്ടും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ താജ്മഹലും അതേപോലെ തന്നെ എല്ലാം നിങ്ങൾ പിടിച്ചെടുക്കാൻ തയ്യാറാകുമോ? അങ്ങനെ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ മുനമ്പം വിഷയമല്ലേ ഇത്ര പെട്ടെന്ന് ഈ കേന്ദ്രത്തിലെ ഈ നിയമം മാറാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അതായത് ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഇവിടെ ഭൂരിപക്ഷം വരുന്ന ആളുകളും. പക്ഷെ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട്. ഈ ഞങ്ങളുടെ സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ വഖഫ് ബോർഡിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കാരണം. അതിനു മുമ്പ് ഞങ്ങൾ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ഒക്കെ ഉണ്ട്, അതേപോലത്തെ ഒരു സൊസൈറ്റി ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാണെന്നുള്ളത് ഞങ്ങളുടെ കിടപ്പാടം പിടിച്ചെടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പോ സർക്കാർ ഒരു പക്ഷേ കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ശ്രീ ബെന്നി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക. ഇനി കമ്മീഷൻ ഇക്കാര്യം പരിശോധിച്ച് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനമെടുത്ത് അതിനുശേഷം സർക്കാർ ഒരു നിലപാടിലേക്ക് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് സ്വീകാര്യമാണോ? അല്ല, വഖഫ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല. അത് തീരുമാനിക്കാനാണ് ജഡ്ജിമാരുള്ളത്. അത് ജഡ്ജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞു, ഇത് വഖഫ് അല്ല, അത് എഴുതിയെടുക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമായിട്ടാണ് എഴുതിയെടുത്തിരിക്കുന്നതും. പിന്നെ ജുഡീഷ്യൽ കമ്മീഷൻ വഖഫാണോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരാം. ഞങ്ങളെ ഈ തട്ടിയെടുത്ത് ഞങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി ഞങ്ങളെ ഇത്രമാത്രം ഉപദ്രവിച്ച് ഞങ്ങളുടെ നാശനഷ്ടങ്ങൾക്ക് മൊത്തം കാരണമായി എത്ര വ്യക്തികളാണെന്നല്ലോ നല്ല രീതിയിൽ ചികിത്സ നേടാതെ 25 സെന്റും 30 സെന്റും ഇതിനോടകം സൂചിപ്പിച്ചു കഴിഞ്ഞതുമാണല്ലോ. അപ്പോ നിങ്ങൾക്ക് ഉടനടി ഇനി പ്രശ്ന പരിഹാരം ഇടപെടൽ അതാണ് ആവശ്യം എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ തിരിച്ചെത്താം. ദയവായി തുടരുക.